الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദാതാവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അപാരമായ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ടാണ് നാം എല്ലാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 2 ഇടങ്ങളിൽ ഇതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്തു ഇബ്രാഹിമിലെ 14-ാം അധ്യായമായ ഇബ്രാഹിമിലെ 34-ാമത്തെ വചനം, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെ ആവശ്യപ്പെട്ടുവോ ആ ആവശ്യപ്പെട്ടവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ മുതിർന്നാൽ നിങ്ങൾക്കതിന് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് പറയുന്നു, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, തീർച്ചയായും മനുഷ്യൻ അങ്ങേയറ്റം അക്രമകാരിയും അങ്ങേയറ്റം നന്ദി കെട്ടവനുമാകുന്നു എന്ന് പറയുന്നു. ഇതേ ആശയം സൂറത്തു നഹ്ലിലെ 18-ാമത്തെ വചനത്തിൽ കാണാം. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുൻ റഹീം.
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓരോന്നായി എണ്ണി ക്ലിപ്തപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയില്ല. തീർച്ചയായും അല്ലാഹു ഗഫൂറും റഹീമുമാണ്, ഏറെ പുറത്തു കൊടുക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനമാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പ്രഖ്യാപിച്ച സന്ദർഭം ഓർക്കുക. എന്താണ്? ലഇൻ ശക്കർത്തും, ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ ലഅസീദന്നക്കും, അനുഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതേസമയം അതിന് നന്ദികേട് കാണിക്കുകയാണെങ്കിലോ എന്റെ ശിക്ഷ അതികഠിനമായതാകുന്നു എന്നാണ് ആ വചനത്തിന്റെ സാരം. ഓരോ സന്ദർഭത്തിലും ഇപ്പൊ സൂറത്തു നഹലിലെ വചനവും ഇബ്രാഹിമിലെ വചനവും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പറയുന്നതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോ അനുഗ്രഹങ്ങൾ അള്ളാഹു അവിടെ എണ്ണി എണ്ണി ഓരോ വചനങ്ങളിലും പറയുന്നുണ്ട്. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല് എന്ന് തുടങ്ങി സർവ അനുഗ്രഹങ്ങളും, കപ്പല്, മത്സ്യം, ആഴിയുടെ അടിയിലുള്ള ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എണ്ണി പറയുന്നുണ്ടെന്ന് പരിശോധിച്ച് നോക്കിയോ. 2 സൂറത്തുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഇബ്രാഹിമിലെ 34, അതിന്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. മറ്റൊന്ന് സൂറത്തു നഹലിലെ 18-ാമത്തെ വചനം, അതിൽ 4-ാമത്തെ വചനം മുതൽ 17-ാമത്തെ വചനം വരെ നിങ്ങൾ നോക്കിയാൽ ഈ അനുഗ്രഹങ്ങളാണ് 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് 2 രൂപത്തിൽ അള്ളാഹു അത് അവസാനിപ്പിച്ചത്. ഒന്ന്, ഇതൊക്കെ ആസ്വദിക്കുന്ന മനുഷ്യൻ അങ്ങേയറ്റം അക്രമകാരിയാണ്, നന്ദി കെട്ടവനാണ് എന്ന് പറയുമ്പോൾ 2-ാമത് സൂറത്തു നഹലിലെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആശ്വാസമാണ്. അങ്ങനൊക്കെ ജീവിച്ചാലും ശരി അള്ളാഹു ഗഫൂറാനു റഹീമാണ്, പുറത്തു തന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു കിരണമാണ് ആ വചനങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ ഓർമ്മിപ്പിച്ചതിന് ശേഷം പൊതുവിൽ നമ്മളുടെ സ്വഭാവത്തെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. സൂറത്തുൽ ആദിയാത്ത് എല്ലാവർക്കും സുപരിചിതമാണ് ആ വചനം. വൽ ആദിയാതി ലബ്ഹൻ ഫൽ മൂരിയാതി ഖദ്ഹൻ ഫൽ മുഗീറാതി സുബ്ഹൻ ഫഅഥർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കുതിരകളെ കുറിച്ച് അവിടെ പരാമർശിച്ചു. അതിനുശേഷമാണ് അള്ളാഹു പറയുന്നത്, തീർച്ചയായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനാണ്, അതിന് അവൻ തന്നെ സാക്ഷിയാണെന്നാണ്. വേറെ എങ്ങും പോണ്ട. ആ നന്ദികേട് കാണിക്കുന്നതിന് സാക്ഷി അവൻ തന്നെയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നാം സംതൃപ്തരാണ്. 1, ഭക്ഷണം കിട്ടണം. 2, കയറിക്കിടക്കാൻ ഒരിടമുണ്ടാകണം. 3, സമാധാനം വേണം. ഇത് 3 ലഭിച്ചാൽ മനുഷ്യനെല്ലാം നേടി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ വളരെ പ്രശസ്തമായ ഒരു വചനം കാണാം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ രാവിലെ സമാധാനമുള്ളവനായി എഴുന്നേൽക്കാൻ കഴിയുക, അവന്റെ വീട്, അവൻ താമസിക്കുന്ന സ്ഥലം, അതിന്റെ പരിസരം ഒക്കെ സമാധാനമുള്ളതായി രാവിലെ എഴുന്നേൽക്കാൻ കഴിയുക. മുആഫൻ ഫീ ജസദിഹി, എല്ലാ ആപത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും സുരക്ഷിതനായി സൗഖ്യമുള്ളവനായി തീരാൻ കഴിയുക. ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ആഹാരം
ലഭിക്കുക. ഇതല്ലേ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. ഇത് കിട്ടിയാൽ റസൂല് പറഞ്ഞത് ദുന്യാവ് മുഴുവൻ അവന് കിട്ടിയവനെ പോലെയാണ് എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായി ഈ 3 കാര്യങ്ങൾ കിട്ടിയാൽ ദുന്യാവ് മുഴുവൻ കിട്ടി എന്ന് മനസ്സിലാക്കിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷേ നമുക്ക് എന്ത് കിട്ടിയാലും പോരാ, തികയാത്ത ആളുകളാണ്, തികയാത്ത ആളുകളാണ്. അപ്പൊ ഇങ്ങനെയെങ്കിലും കിട്ടുന്ന ഇതുപോലെ കയറിക്കിടക്കാൻ ഒരു വീടും കഴിക്കാനുള്ള ആഹാരവും സമാധാനത്തോടെ സ്വസ്ഥതയോടെ സ്വൈര ജീവിതം നടത്താനും കഴിയുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നന്ദിയുണ്ടോ നമുക്ക് അള്ളാഹുവിനോട്? അതല്ല അതിനപ്പുറത്തേക്ക് ചാടുകയാണോ നമ്മൾ? ആലോചിക്കണം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പ്രവാചകന്റെ ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? അത് എന്താണ് ആ പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. ഇതാണ് ആ പ്രാർത്ഥന. ബിസ്മിക റബ്ബി വദഅതു ജംബി എന്നും ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹയ്യ എന്നും ഒക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണ്. ഇത് ചൊല്ലാറുണ്ടോ? നമ്മൾ ഓർക്കാറുണ്ടോ ഇങ്ങനെ ഒരു പ്രാർത്ഥന? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എല്ലാം കഴിഞ്ഞ്, ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ്, കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ കഴിഞ്ഞ്, ചെയ്യാനുള്ള ജോലികൾ കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്ന് തല ചായ്ക്കുകയാണ്. അപ്പൊ ഓർക്കുകയാണ് അള്ളാഹുവിനെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതി. ആരാണവൻ? അല്ലദീ അത്അമനാ വസഖാനാ, തിന്നാനുള്ളതും കുടിക്കാനുള്ളതും നൽകിയതാരോ അവൻ. എന്ത് തിന്നണമോ ആ തിന്നാനുള്ളത് നൽകിയവൻ, എന്ത് കുടിക്കണമോ ആ കുടിക്കാനുള്ളത് നൽകിയവൻ. തീർന്നില്ല. വകഫാന, എന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നിറവേറ്റിയവൻ. തീർന്നില്ല. വആവാന, അഭയവും സംരക്ഷണവും സുരക്ഷിതത്വവും നൽകിയവൻ. എന്നിട്ട് പറയുന്നതാണ് ഗൗരവമുള്ള വാക്ക്, ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭാഗ്യം സിദ്ധിക്കാത്ത, സുരക്ഷിതത്വം ലഭിക്കാത്ത, അഭയം ലഭിക്കാത്ത, അതിനവസരം ലഭിക്കാത്ത, അതിന് നൽകാൻ ആരുമില്ലാത്ത, കിട്ടാത്ത എത്രയോ പേരുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കിത് കിട്ടി. ആ അള്ളാഹുവിന്റെ സ്തുതി ഓർക്കാറുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ഈ വചനങ്ങളോടെ, ഈ സ്തുതി കീർത്തനത്തോടെ, ഈ തഹ്മീദോടുകൂടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർക്കാറുണ്ടോ അള്ളാഹുവിനെ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങിക്കോ. അത് ഇല്ലെങ്കിൽ നന്ദി കെട്ടവരാണ് നമ്മൾ. അത്ര അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് അള്ളാഹു. തിന്നാൻ കിട്ടുന്നുണ്ട്, കുടിക്കാൻ കിട്ടുന്നുണ്ട്, സുരക്ഷിതത്വമുണ്ട്, അഭയമുണ്ട്, ഇതെല്ലാമുണ്ട്, ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. എന്നിട്ട് മറക്കുകയോ അള്ളാഹുവിനെ? വിടില്ല അള്ളാഹു. അതാണ് ആ പറഞ്ഞത്, നന്ദിയുണ്ടോ നിങ്ങൾക്ക്? ഏറ്റി ഞാൻ തരാം. നന്ദി ഇല്ലാത്തവരാണോ നിങ്ങൾ? ഓർത്തോ, എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. പട്ടിണി കിടത്താൻ അധിക സമയം വേണ്ടി വരില്ല. കിടന്നുറങ്ങുന്ന ഭവനം ഇല്ലാതാകാൻ അധിക സമയം വേണ്ടി വരില്ല. കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ പോയി പോകുന്നതിന് അധിക നാൾ വേണ്ടി വരില്ല. ഇന്ന അദാബി ലശദീദ്, നിന്റെ ആരോഗ്യം തകരാൻ സമയം വേണ്ടി വരില്ല. എന്റെ ശിക്ഷ അത് കഠിനമാണ്. വല്ലാത്ത താക്കീതാണ് പ്രിയമുള്ളവരെ ആ വചനം. എപ്പോഴും ഹൃദയത്തിൽ കോറിയിട്ട് ഓർക്കേണ്ട വചനമാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓർക്കും. എപ്പോഴാണെന്നറിയോ? ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ. സുലഭമായി ഭക്ഷണം ലഭിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ വില നമ്മൾ അറിയില്ല. കയറിക്കിടക്കാൻ ഒരു വീടുണ്ടാകുമ്പോൾ വീടില്ലാത്തവന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കില്ല. അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുമ്പോൾ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അതില്ലാത്തവന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ല. അല്ലേ? കയ്യിൽ ആവോളം സമ്പത്തുണ്ടാകുമ്പോൾ അതില്ലാത്തവന്റെ പ്രയാസം നമ്മൾ അറിയില്ല.
എന്തു ധൂർത്തും നമ്മൾ കാണിക്കും, എന്തു പൊങ്ങച്ചവും നമ്മൾ കാണിക്കും. ഇതാണ് നമ്മളുടെയൊക്കെ സ്വഭാവം. എത്ര ഭക്ഷണമാണ് നമ്മൾ വെറുതെ കളയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്രയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഓരോ ബോർഡുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. തീരെ കാണാത്ത ഒന്നാണത്. പല ഹോട്ടലുകളിലും അവിടെ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ മാറ്റും കൊഴുപ്പും അതുപോലുള്ള കാര്യങ്ങളും എത്രയാണെന്ന് ബോധ്യപ്പെടുത്താൻ കുറെ ചിത്രങ്ങളായിരിക്കും ഉണ്ടാവും. ഇത് അതല്ല ഞാൻ കണ്ടത്. വെള്ളത്തിന്റെ വില എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. കൈ കഴുകാൻ പോകുന്നിടത്ത് വെറും വെള്ളം അമൂല്യമാണെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്, മറിച്ച് ഒരു ദിവസം നാം ഉപയോഗിക്കുന്ന ഓരോ മനുഷ്യനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ്, അങ്ങനെ ഇത്ര മനുഷ്യന്മാർ ഉപയോഗിച്ചാൽ എത്ര ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനേക്കാളെല്ലാം എന്നെ ആകർഷിച്ച ഒരു ബോർഡുണ്ട് അവിടെ. എന്താണ് ആ ബോർഡ് എന്നറിയോ? ഇന്നലെ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഡാഷിട്ടേക്കാണ്, അവിടെ ചോക്ക് കൊണ്ട് എഴുതല. ഇന്നലെ ഇവിടെ പാഴാക്കിയ ഭക്ഷണം 11.64 കിലോഗ്രാം. ഭക്ഷണമാണ് കേട്ടോ, വേസ്റ്റ് അല്ല ഈ പറയുന്നത്. എന്നിട്ട് അതിന്റെ അടുത്ത വരി, ഇത് 34 ആളുകളുടെ വിശപ്പടക്കാൻ ഉപകാരപ്പെടുന്നതാണ്. ഞാൻ അവരോട് അന്വേഷിച്ചു, നിങ്ങൾ ഇത് എല്ലാ ദിവസവും എഴുതി വെക്കുന്ന ആൾക്കാർക്ക് ഒരു അവബോധം വേണ്ടേ? വെറുതെ ഭക്ഷണം കാശ് കൊടുത്തിട്ടാണ്, അല്ല വെറുതെ അല്ല, ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഇത് മുഴുവനും കിട്ടുന്നത്. ഉറപ്പാണ്. ഇന്നത് ഓർഡർ ചെയ്യുന്നു, പിന്നെയും ഓർഡർ ചെയ്യുന്നു, അവസാനം തിന്നാൻ കഴിയാതെ ബാക്കിയാക്കി ഭക്ഷണ സാധനങ്ങളാക്കി ബാക്കി ഇട്ടുപോകുന്നതിന്റെ കണക്കാണ്. എല്ലാ ദിവസവും ഇത് ഞങ്ങൾ ഇവിടെ എഴുതി വെക്കും. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ഇതിനോടൊരിത് കാണിച്ചാൽ കുറച്ച് മനുഷ്യന്മാരുടെ പട്ടിണി മാറൂല്ലേ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട് നമ്മളുടെ ഇടയിൽ. കാരണം എന്താ? ഭക്ഷണത്തിന്റെ വില അത്ര വലുതാ. അത് കിട്ടാതെ വരുമ്പോഴേ നമ്മൾ അറിയുകയുള്ളൂ എത്ര ടൺ ഭക്ഷണം, എത്ര മനുഷ്യന്മാരുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണമാണ് നശിപ്പിച്ചു കളയുന്നത്. നമ്മുടെ തീന്മേശകളിൽ തന്നെ ഗൗരവമുണ്ട്. ഓരോ മണിച്ചോറിനും, ഓരോ തരി ഇറച്ചിക്കും, ഓരോ തരി മീനിനും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? മറുപടി പറയേണ്ടി വരും അല്ലാഹുവിനോട്. ഉറപ്പ്. പക്ഷെ നമുക്ക് ഇത് ബോധമൊന്നുമില്ല. അതില്ലാതാകുമ്പോ അറിയും. എത്ര ചിത്രങ്ങളാണ് പ്രിയമുള്ളവരെ ഗസയിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. സഹിക്കാൻ കഴിയുമോ നമുക്ക്? തന്റെ മുമ്പിലെ പാത്രത്തിൽ മണ്ണ് വാരി വെച്ചുകൊണ്ട് ഇരുന്ന് കരയുന്ന ചെറിയ പെൺകുട്ടിയുടെ ചിത്രം സഹിക്കുമോ? നമുക്ക് സാധിക്കുമോ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ? കാരണം എന്തേ? നമ്മളുടെ പ്ലേറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നതൊക്കെ വിഭവ സമൃദ്ധമായതാണ്, തീരുന്നില്ല. ഭക്ഷണം കിട്ടാഞ്ഞിട്ട് എല്ലും തോലുമായി മരിക്കുന്ന കുഞ്ഞുങ്ങൾ. നമ്മളെപ്പോലെ രക്തവും മജ്ജയും മാംസവും ഉള്ള മക്കളും കുട്ടികളുമാണ് ഇതൊക്കെ തന്നെ, അല്ലേ? ആരെങ്കിലുമൊക്കെ ഇത്തിരി കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന്റെ തടയിട്ടു. ഒരു ഭാഗത്തിലൂടെ ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. പട്ടിണിക്കിട്ട് കൊന്ന് ഈ വംശത്തെ ഇല്ലാതാക്കുക, അതാണ് ലക്ഷ്യം. ഉറപ്പല്ലേ അത്? യൂനിസെഫിന്റെ ഒക്കെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് നമ്മൾ. പട്ടിണി കിടന്ന് മരിക്കുന്നവർ, പുറത്തുനിന്ന് വന്ന ഭക്ഷണത്തിന്റെ എല്ലാ മാർഗങ്ങളും തടഞ്ഞു. ഭക്ഷണവുമായി വന്നു കിടക്കുന്ന വണ്ടികൾ നിരനിരയായി കിടക്കുന്നു എന്ന് അകത്തേക്ക് അനുവാദം കൊടുക്കുന്നില്ല. അപ്പൊ ഇവിടെ വിശപ്പാണ്, ഒന്നുമില്ല, കയറിക്കിടക്കാൻ ഇടമില്ല, ഉറ്റവരുടെ നഷ്ടപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്ക് മനസ്സ്. നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിന്റെയും വില നമുക്കറിയില്ല. കാരണം നമ്മൾ ഇതൊന്നും അനുഭവിക്കുന്നില്ല. അതാണ് കാരണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഒപ്പം. പക്ഷെ നമ്മൾ ചിന്തിക്കണം, പാഠം ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ഓരോ തള്ളമാർ, ഓരോ സഹോദരിമാർ, ഓരോ സഹോദരന്മാര് എല്ലും തോലുമായ സ്കെൽട്ടൻസ്
ഇങ്ങനെ കോലം കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ എത്രയാ പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. എന്തേ അവര് ചെയ്ത തെറ്റ്? ഖാലു റബ്ബനല്ലാഹ്. ഇതിനപ്പുറം ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ഈ നിരപരാധികൾ വേറെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ആ ചിത്രങ്ങൾ ആരെങ്കിലും കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കുക, തടയുക, എന്നിട്ട് ഞങ്ങൾ കൊടുത്തോളാന്ന് പറയാം. വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒഴിഞ്ഞ പാത്രങ്ങളും ഒട്ടിയ വയറുകളും കുഴിഞ്ഞ കണ്ണുകളും അങ്ങേയറ്റത്തെ ക്ഷീണിച്ച ശരീരവുമായി ഇത്തിരി ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് ആ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ ഉന്തും തള്ളും. ആ ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ ഉന്തും തള്ളും ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വെടിവെച്ച് അങ്ങോട്ട് കൊന്നേക്കുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും അനങ്ങുന്നുണ്ടോ? ആർക്കെങ്കിലും അനക്കമുണ്ടോ? അനങ്ങേണ്ടവർ അനങ്ങുന്നുണ്ടോ? അവരൊക്കെ സുഖകരമായി അവരുടെ വീടുകളിൽ കുഞ്ഞുകുട്ടികളോടൊപ്പം സുഖകരമായി ജീവിക്കാൻ ഇവർ പട്ടിണി കിടന്ന് മരിക്കുന്നു. ഉത്തരവാദപ്പെട്ടവർ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിനൊക്കെ നീ വേറൊരു ചിത്രം എന്താണ്? ഒഴിഞ്ഞ കുപ്പികൾ, വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങൾ, ഇതിന്റെ ഉള്ളിൽ പാലും വെള്ളവും അവർക്ക് കഴിക്കാൻ പറ്റുന്നതിലുള്ള ആഹാരവും അതിൽ നിറച്ചിട്ട് കടലുകളിലേക്ക് എറിയുകയാണ്. ആ തിരയടിച്ചെങ്കിലും ഇത് അവിടെ എത്തി ആ കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ എന്നുള്ള നിലയിൽ ഈജിപ്തിൽ ചെയ്യുന്ന പണിയാണിത്. അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ കരമാർഗം പോകാൻ പറ്റുന്നില്ല, മുകളിലൂടെ പോകാൻ പറ്റുന്നില്ല, കൊണ്ടു കൊടുക്കാൻ അനുവദിക്കുന്നില്ല. എന്നാ ഇങ്ങനെങ്കിലും ഈ മക്കൾക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ, കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. എന്താ ഈജിപ്തിന്റെ ഓരത്ത് നിന്ന് തീരത്ത് നിന്ന് ഒരു കുപ്പി, അതിൽ കുറെ ഭക്ഷണ സാധനം, അതിങ്ങനെ ഇട്ടുകൊടുത്താൽ അത് ഒഴുകി കൃത്യമായി ഇങ്ങനെ ആ ദുരിതം അനുഭവിക്കുന്ന ഫലസ്തീനിലെ ഗസയിലെ മക്കളുടെ മുമ്പിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഇതേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും. അത് തന്നെ നാളെ പരലോകത്ത് വിളിച്ചു നിർത്തി ചോദിക്കുമ്പോൾ റബ്ബിലേക്കൊരു മഅ്ദിറത്ത്, ഞാൻ ഒരു കുപ്പിക്കകത്ത് ഇത്തിരി ഭക്ഷണം അവർക്ക് അയച്ചു കൊടുത്തിരുന്നു റബ്ബെ, കിട്ടിയോ ഇല്ലേന്ന് എനിക്കറിയില്ല എന്ന് മറുപടി പറയാൻ അവസരമൊരുക്കുന്നു അവർ. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല, കേൾക്കാനും കഴിയുന്നില്ല, അറിയാനും കഴിയുന്നില്ല. നമ്മൾ സുഖിച്ച് ജീവിക്കുക. നമ്മുടെ കൊച്ചുമക്കൾക്കും നമ്മുടെ മക്കൾക്കും അവർ ചോദിക്കുന്നതിലും അപ്പുറമല്ലേ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. എന്താണ് വിശപ്പിന്റെ വില എന്ന് ഒരാളും അറിയാത്ത നിലയിലാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമെന്ന് നാം മനസ്സിലാക്കുക. ഈ സന്ദർഭത്തിൽ ഒരു വർഷമായി ഈ ഗതികേട് അവിടെ തുടങ്ങിയിട്ട് യൂണിസെഫിന്റെ ഒരു കണക്ക്, കുഞ്ഞുങ്ങളുടെ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്കും ഇല്ലേ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി. ഇതേവരെ അവിടെ 17,121 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യൂണിസെഫിന്റെ കണക്കാണ്, ജൂലൈ 25 വരെയുള്ള കണക്ക്. അതിൽ പറയാണ്, ജനിച്ചു കഴിഞ്ഞതിന് ശേഷം 12 മാസം എന്ന് പറഞ്ഞാൽ 1 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് 937 കുട്ടികളെ കൊന്നുകളഞ്ഞു. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ 4,517 കുട്ടികളെ കൊന്നു. 6 മുതൽ 12 വയസ്സ് വരെ വരുന്ന 6,325 കുട്ടികളെ കൊന്നു. 12 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ 5,342 എണ്ണത്തിനെ കൊന്നു. ഫറോവയുടെ തിരിച്ചുവരവ്, ഫറോവമാരുടെ തിരിച്ചുവരവ് അത് തന്നെയാണ്. വേറെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനില്ല. ഫറോവ ചെയ്തതെന്താ? എല്ലാ ആൺകുട്ടികളെയും മറുപോലെ ചെയ്തു. ഇവര് ചെയ്യുന്ന എന്താ? കിട്ടുന്നതിന് എല്ലാത്തിനെയും കൊല്ലുക. അതിനേക്കാൾ അപ്പുറം വല്ലാത്ത ദുർഗതി. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഈ ഇഷ്യൂ ഉണ്ടായ സന്ദർഭം മുതൽ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഇതിനെന്താണ് ശാശ്വത പരിഹാരം? വേറൊന്നുമില്ല.
രണ്ട് രാഷ്ട്രങ്ങളും രണ്ട് രാഷ്ട്രങ്ങളായി നിൽക്കുക. ഫലസ്തീൻ രാഷ്ട്രം വേറെ, ഇസ്രായേൽ വേറെ. അതേ മാർഗമുള്ളൂ. ആരും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അന്ന് സൗദി അറേബ്യയാണ് ആദ്യം അത് എടുത്തിട്ടത്. ഇപ്പൊ അതിലേക്ക് ഫ്രാൻസും ബ്രിട്ടനും കൂടി കടന്നു വന്നു. ഇന്നലെ നമ്മൾ വായിച്ചു കാനഡയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഭീഷണി, വ്യാപാരം നിർത്തിക്കളയും. കുറെ ഫറോമാരുണ്ടല്ലോ ഈ ലോകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും. ഇങ്ങനെയുള്ള വല്ലാത്ത ഒരവസ്ഥ, ഒരു കാരണവശാലും അവർ ജീവിച്ചു പോകരുത് എന്നുള്ള അങ്ങേയറ്റത്തെ കുടില ലക്ഷ്യം. ഇത് വലിയൊരു പ്രശ്നമായി നമുക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കലും ഈ ജൂതന്മാരുടെ മനസ്സ് ലോലത എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. കുടിലതേ ഉണ്ടാവുകയുള്ളൂ. കഠിനതയാണ് അവരുടെ ഹൃദയത്തിന്റെ അങ്ങേറ്റത്തെ ലക്ഷ്യം. ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചില്ലേ ഇസ്രായേലിനെ കുറിച്ച്? എന്താ പറഞ്ഞ വാക്ക്? ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. ഇതന്നെ അതിന്റെ ആവർത്തനം. നിങ്ങളുടെ ഹൃദയങ്ങൾ കല്ലിന് സമാനമായി, ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ കല്ലിനേക്കാൾ കഠോരമായി. വഇന്ന മിനൽ ഹിജാറ, കല്ലിൽ തന്നെയുണ്ട് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അരുവികൾ പൊട്ടിയൊഴുകുന്നത്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, കല്ലുകളിൽ തന്നെ പൊട്ടിപ്പിളർന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നതുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ഉരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്. ഈ കല്ലുകളെക്കാളും കഠോരമാണ് നിങ്ങളുടെ മനസ്സ് എന്ന് അവരുടെ മനസ്സറിയുന്ന പടച്ച തമ്പുരാൻ എന്നോ പറഞ്ഞു വെച്ചതാണ്. അതിന്റെ തനിയാവർത്തനമാണ് ഇത്. ക്രൂരത അല്ലാതെ വേറൊന്നും എടുത്തു പറയാനില്ല. ഇതിനെക്കുറിച്ച് അതേ പറയാൻ കഴിയുള്ളൂ. ഇതിന്റെ അവസാനം അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു. അതാണ് ഒരു പ്രതീക്ഷ. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊന്നും അള്ളാഹു അത്ര അശ്രദ്ധനൊന്നും അല്ലിട്ടോ. അന്ന് അള്ളാഹു പറഞ്ഞു അശ്രദ്ധനല്ല അള്ളാഹു എന്ന് പറഞ്ഞു. അശ്രദ്ധനല്ല എന്ന് ആ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ചരിത്രം അതാണ്. ബനൂ ഇസ്രായേൽക്കാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് കാണാം. ഇപ്പോഴും അള്ളാഹു അശ്രദ്ധനല്ല ഈ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ചൊന്നും. അല്ലറ ചില്ലറ തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും, അത് ശക്തിപ്പെടും. അള്ളാഹു അശ്രദ്ധനല്ല. കാരണം മർദ്ദിതരുടെ ഒപ്പമായിരിക്കും എപ്പോഴും അള്ളാഹു. മർദ്ദിതരോടൊപ്പമായിരിക്കും എപ്പോഴും നല്ല മനസ്സുള്ള മനുഷ്യരും. അല്ലാത്തവരൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അത് ഇങ്ങനെ ഈ വിശപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വന്നപ്പോൾ ചില കാര്യങ്ങൾ ഇത് പറയുമ്പോൾ നമ്മളങ്ങ് ഒസയിലേക്കൊന്നും പോകണ്ട. ഈ വിശപ്പിന്റെയും പ്രയാസത്തിന്റെയും നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിന്റെയും പരിണിത ഫലമായി നമ്മളെപ്പോലുള്ള മനുഷ്യർ ഈ രാജ്യത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൂരത്തൊന്നും പോണ്ട, ആസാമിലേക്കൊന്ന് പോയാൽ മതി. ബുൾഡോസർ രാജല്ലേ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെടാത്തവന്റെ വീട്, ഇഷ്ടപ്പെടാത്തവന്റെ ആരാധനാലയം, ഇഷ്ടപ്പെടാത്തവന്റെ ഹോസ്പിറ്റൽ, ഇഷ്ടപ്പെടാത്തവന്റെ മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ബുൾഡോസർ വെച്ച് തകർത്തുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടില്ലേ ബുൾഡോസറും കൊണ്ടൊരു മനോഹരമായ വീട്. ആസാമിലെ ഒരു പൗരപ്രമുഖന്റെ വീട് തകർത്തിട്ട മനുഷ്യൻ അതിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്ന കരച്ചില്. ഇതാണ് ഞാൻ പറഞ്ഞത്. വരുമ്പോഴേ അതിന്റെ ഗൗരവം അറിയുള്ളൂ, അല്ലാതെ അറിയില്ല നമ്മളാരും. ഈ ആസാമിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ആയിരക്കണക്കിന് മുസ്ലിം വീടുകളാണ് പല പേരും പറഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഈ മുസ്ലിമീങ്ങൾ എല്ലാവരും ഓരോ ക്യാമ്പുകളിലാണ്. ആ ക്യാമ്പുകളുടെ അവസ്ഥ അവിടെ സന്ദർശിച്ച ആൾക്കാർ പറയുന്നുണ്ട്. വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, മലമൂത്ര വിസർജനത്തിന് സൗകര്യമില്ല. മുസ്ലിമീങ്ങളാണ്, ഉളുവെടുത്ത് നമസ്കരിക്കാൻ പോലും നിർവാഹമില്ല. ഇത് ഗസയല്ല, ആസാമാണ്. ആ 3 കാര്യമാണ് അവർക്ക് തകർന്നത്. എന്ത്? നേരം വെളുക്കുമ്പോ സ്വസ്ഥതയില്ല, വീട് പോയി, ആഹാരമില്ല, ആരെങ്കിലും കൊണ്ടു കൊടുക്കണം.
സ്വസ്ഥതയില്ല, നഷ്ടപ്പെട്ടു. ആ ഹദീസ് ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ, അപ്പോഴേ അറിയുള്ളൂ എന്റെ ഗൗരവം. വല്ലാത്ത ദുരവസ്ഥയാണ്. പണ്ട് ഈ ആസാമിലെ ഗോൾപാറ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഈ ഗുവാഹട്ടിക്കടുത്ത് ഒരു കലാപമുണ്ടായ സന്ദർഭത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം ഞാൻ സന്ദർശിച്ച ഓർമ്മ, സഹായിക്കാൻ വേണ്ടി പോയതാ. ആ സഹോദരന്മാരിങ്ങനെ ഓരോ കുടിലിന്റെ മുന്നിൽ, ഓരോ ക്യാമ്പിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അന്ന് അനുഭവിച്ചത് പറഞ്ഞത്, ഇന്ന് അനുഭവിക്കുന്നത് പറഞ്ഞത്. കത്തിക്കരിഞ്ഞ വീടുകൾ ഒക്കെ മുസ്ലിം വീടുകൾ, ഇന്ന് തകർക്കപ്പെടുന്ന മുസ്ലിം വീടുകൾ. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നുമില്ലാതെ ഇങ്ങനെങ്കിലും കിട്ടാവുന്ന ആഹാരം കിട്ടി, കയറിക്കിടക്കാവുന്ന വീടുണ്ടായി, അല്പസ്വല്പം സ്വസ്ഥതയോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവന്റെ അപാരമായ അനുഗ്രഹമാണ്. നന്ദി കെട്ടവരാകാതിരിക്കുക. പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള എല്ലാ കെടുതികളിൽ നിന്നും എല്ലാവർക്കും അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. അത്തരം തീഷ്ണമായ പരീക്ഷണങ്ങളിൽ ചെന്ന് ഭവിക്കുന്നതിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ആസാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചു. പൊതുവെ കുറെ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം വളരെ മോശമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ മലയാളികളായ 2 കന്യാസ്ത്രീ സഹോദരിമാരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങളും കോടതിയും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാം അറിയുന്നവരാണ് ഈ ഇരിക്കുന്നവരെ മുഴുവനൊന്നും എനിക്കറിയാം, അറിയാഞ്ഞിട്ടൊന്നും പറയുന്നതല്ല. അവിടെ 1-2 കാര്യങ്ങൾ. അതിലൊന്ന്, ആ സഹോദരിമാരോടുള്ള മനോഭാവം ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളുടെ മനസ്സെന്താണോ അത് തന്നെയാണ് നമ്മളുടെ മനസ്സ്. ഒരു മാറ്റവും അക്കാര്യത്തിലില്ല. അവർ മോചിപ്പിക്കപ്പെടണം. പക്ഷേ അതോടൊപ്പം ഒരു വാചകം എനിക്ക് പറയാനുള്ളത്, ശത്രു ആരാണെന്ന് തിരിച്ചറിയാനുള്ള അവബോധം ഇനിയെങ്കിലും ഉണ്ടാകണം. അത്രയേറെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ മനുഷ്യക്കടത്തിനെ കുറിച്ചും കേസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഓർത്തുപോകുന്ന ഒരു സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2014 മെയ് 24, 25 തീയതികളിൽ ഈ കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മളൊക്കെ മറന്നോന്ന് എനിക്കറിയില്ല, ഞാൻ മറക്കൂല, എനിക്ക് മറക്കാൻ പറ്റിയില്ല. എന്താണ് ആ സംഭവം എന്നറിയോ? ഈ പറഞ്ഞ ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നും ദരിദ്ര ഏരിയകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കൊച്ചുമക്കളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാസമ്പന്നരാക്കി ഭക്ഷണം നൽകി വളർത്തി നല്ലവരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അവർ വന്നിറങ്ങി. ഈ കുട്ടികളുമായി കുറച്ചാളുകൾ. ഓർക്കുന്നുണ്ടാവും ഇപ്പൊ നിങ്ങളൊക്കെ. അതൊരു ക്രിമിനൽ കേസായി. എന്ത് പറഞ്ഞു? കുട്ടിക്കടത്ത് എന്നതിന് പേര് നൽകി. ഇവിടെ മനുഷ്യക്കടത്ത് എന്നുള്ള പേരാ ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, 2 ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടിക്കടത്തായി. കുട്ടികളെയാണ് കൊണ്ടുവന്നത്. എന്നിട്ടാ അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ മീഡിയകൾ മുഴുവനും അലക്കിയ അലക്ക്. നിങ്ങളൊക്കെ മറന്നോ? ഞാൻ മറക്കില്ല, മറക്കാൻ കഴിയില്ല. എന്നിട്ട് കുട്ടിക്കടത്ത് ആരോപിച്ചിട്ട് കേസെടുത്ത് ക്രിമിനൽ കേസാക്കിയിട്ട്
ഈ കൊണ്ടുവന്നവരെയും ഇവിടെ നിന്ന് അവരെ കൂട്ടാൻ ചെന്നവരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് എന്നിട്ട് ഈ കുട്ടികളെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വിട്ടു. അവര് പോയ ട്രെയിനിൽ ഇവിടെയുള്ള സർവ്വ ദൃശ്യമാധ്യമങ്ങളും കൂടെ കൂടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ഇറക്കി ആടുകളെ പോലെ തെളിച്ചു കൊണ്ടുപോകുന്നത് പകർത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്ഷേപിച്ചു. മൊത്തത്തിൽ അന്ന് ആരെയും കണ്ടില്ല, നമ്മള്. അത് കേസായി, പ്രശ്നമായി, ബുദ്ധിമുട്ടായി. അവസാനം ഹൈക്കോടതിയിലെ CBI കേസിന് ഉത്തരവിട്ടു. മുക്കം മുസ്ലിം ഓർഫനേജിലെ ഭാരവാഹികൾ, എന്താണ് ഞാൻ മുസ്ലിം ഓർഫനേജിനെ എടുത്തു പറയാൻ കാരണമുണ്ട്. അന്ന് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓർഫനേജ്, എത്രയോ കുട്ടികൾ, കേരളത്തിന് പുറത്തുണ്ടായിരുന്ന മക്കള്, മണിപ്പൂരിലുള്ള കുട്ടികൾ, ബീഹാറിലുള്ള കുട്ടികൾ, അങ്ങനെ പല കുട്ടികളും ഇവിടെയും പഠിച്ചിരുന്നു. നമ്മളാരും കുട്ടിക്കടത്തിന് കൊണ്ടുവന്നതായിരുന്നില്ല അവരിവിടെ വന്ന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടി, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടി, വസ്ത്രത്തിന് ബുദ്ധിമുട്ടി. അവരെവിടെ ചേർത്ത് നിർത്തി പഠിപ്പിച്ചു, ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നൽകി പുറത്തേക്ക് അയച്ച അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. അതൊക്കെ നിന്നുപോയി. ഇപ്പൊ എത്തീംഖാനകൾ എവിടെ? ആരെ ഇതില്ലാതാക്കിയത്? ചിന്തിക്കണം നിങ്ങൾ. അന്ന് ഇത് പറയാൻ കാരണമുണ്ട്. ഇത് ഇങ്ങനെ ഒരു കേസായി പ്രശ്നമായി വന്ന ഉടനെ ആ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇതൊരു കുട്ടിക്കടത്താണ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോയത് പാലക്കാടത്തെ അന്നത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു ഫാദറായ ഒരു ചെയർപേഴ്സൺ ആയിരുന്നു അതിനു മുമ്പിൽ നിന്നിരുന്നത്. പിന്നെ അവിടുത്തെ ജില്ലാ കളക്ടറും പിന്നെ ഒരു വലിയ പോലീസ് ഓഫീസറും ഒക്കെ കൂടി കുട്ടിച്ചോറാക്കി യതീംഖാനകൾ എന്നുള്ള ആ ചിത്രം തന്നെ മാറ്റി അത് ഇല്ലാതാക്കി. എന്നിട്ട് അവസാനം മുക്കം മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ പോയി CBI ഈ നീക്കത്തിനെതിരെ സുപ്രീം കോടതി അത് ഫയൽ സ്വീകരിച്ചതിന് ശേഷം ഈ സംസ്ഥാനങ്ങളോട് വിവരം അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ബീഹാർ ഗവൺമെന്റ് വ്യക്തമായ ഒരു മറുപടി നൽകി. എന്താണ് മറുപടി എന്നറിയോ? ഇത് കുട്ടിക്കടത്തല്ല. സുമനസ്സുകളായ കുറെ ജീവകാരുണ്യ പ്രവർത്തകരും വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ ആളുകൾ ഇവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മാത്രം ഈ ദാരിദ്ര്യത്തിൽ കൂടിയ കുട്ടികളെ അവിടെ എത്തിച്ചതാണല്ലാതെ ഇതൊരു കുട്ടിക്കടത്തല്ല എന്ന് കൃത്യമായ കാര്യം അവിടെ എഴുതി കൊടുത്തതോടുകൂടി സുപ്രീം കോടതി ഇതെല്ലാം കൂടി തള്ളിക്കളഞ്ഞു. അങ്ങനെ കേസേ ഇല്ലാതെ. അവസാനം സംഭവിച്ചതെന്താ? കേരളത്തിൽ ഒരുപാട് മക്കളെ പോറ്റിയിരുന്ന അനാഥശാലകൾ ഇല്ലാതായി. ഇതെല്ലാം രണ്ടും കാണുമ്പോൾ എല്ലാം നാം വിലയിരുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതും അതേപോലെ ഏത് സംസ്ഥാനത്താണോ ഈ സംഭവം നടന്നത് ആ സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി ഇതിങ്ങനെയുള്ള കാര്യമല്ല, ഇത് മറ്റൊന്നാണ് എന്ന് കോടതിയിൽ പറയാതെ പ്രയാസകരമാണ്. അതിനവർ തയ്യാറാവുമായിരിക്കും. കാരണം ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം എന്താണെന്നറിയോ? ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരോടൊപ്പം ഓടുകയും ചെയ്യുന്ന മനോഭാവമാണ് മൊത്തത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പിന്മാറുക. കാരണം അവരുടെയും കൂടിയാണ് ഈ നാട്, അവരുടെയും കൂടിയാണ് ഈ രാജ്യം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ പലതും നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഉണ്ടെന്ന് മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുമായി ഈ ചിന്ത പങ്കിട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും കരകയറാനുള്ള സാഹചര്യം എല്ലാവർക്കും അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഒസയിലെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറാനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അവൻ ഒരു കാര്യത്തിലും അശ്രദ്ധനല്ല എന്നുള്ള
ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിച്ച് ICUയിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ വളരെ വിഷമിച്ച് കഴിഞ്ഞുകൂടുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.